ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അടിസ്ഥാന സൌകര്യമില്ലായ്മയുടെ പര്യായമെന്നറിയപ്പെടുന്ന സർക്കാർ സ്കൂളുകൾക്ക് പുതുജീവനേകാൻ നടപ്പിലാക്കുന്ന പ്രിസം പദ്ധതി ഏറെ പ്രതീക്ഷയോടെയാണ് രക്ഷിതാക്കൾ ഉറ്റുനോക്കുന്നത്. പദ്ധതി അതിന്റെ പൂർണ്ണത കൈവരിക്കുന്നതോടെ സർക്കാർ സ്കൂളുകളും രക്ഷിതാക്കളും തമ്മിലുള്ള അകലം കുറയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പ്രധാന വാർത്തകളിലേക്ക്. ശിരോവസ്ത്ര വിവാദത്തിൽ കോടതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. ലീഗൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തണമെന്നും നവീകരിക്കണമെന്നും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ. കൊയിലാണ്ടി നെല്ലിയാടിപ്പുഴയിൽ കാണാതായ 2 യുവാക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. വിശദമായ വാർത്തകളിലേക്ക്. ശിരോവസ്ത്ര വിവാദത്തിൽ കോടതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. സംസ്ഥാന വനിതാ ലീഗിന്റെ ശാക്തീകരണ ശില്പശാല കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1 മണിക്കൂർ നേരം മതചിഹ്നങ്ങൾ ഉപേക്ഷിച്ചാൽ ഒന്നും സംഭവിക്കില്ലെന്ന് പറയുന്ന ജഡ്ജിയുടെ പരാമർശം വിവരക്കേടാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. വിവരമില്ലാത്തവരോട് എന്തു പറയാനാണെന്നും 1 മണിക്കൂർ നേരം ജീൻസും ടീഷർട്ടുമിട്ട് ആ കസേരയിലിരിക്കാൻ ജഡ്ജിക്ക് സാധിക്കുമോ എന്നും KPA മജീദ് കോഴിക്കോട് ചോദിച്ചു. സംസ്ഥാന വനിതാ ലീഗിന്റെ ശാക്തീകരണ ശില്പശാല കോഴിക്കോട് CH ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ ജഡ്ജിയോട് ബഹുമാനപ്രശ്നം നമുക്ക് ചോദിക്കാം. ജീൻസ് പാന്റിട്ട് ഒരു വൈകിട്ട് 1 മണിക്കൂർ നേരം അദ്ദേഹത്തിന്റെ കസേരയിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് നമുക്ക് ചോദിക്കാമായി. വിവരമില്ലാത്തവരെ പറ്റി നമുക്ക് എന്താ പറയാനുള്ളത്? 1 മണിക്കൂർ നേരം ഒരാളുടെ സമൂഹത്തിന്റെ, ഒരു മതത്തിന്റെ, ഒരു ചിഹ്നത്തെ, ഒരു സംസ്കാരത്തെ 1 മണിക്കൂർ നേരം മാറ്റി നിർത്തണം എന്ന് പറയാനുള്ള വിവരദോഷമാണ് ഇന്ന് നമ്മൾ ഈ പരാതിക്കുള്ളത് എന്നുള്ള വസ്തുത നാം കാണുന്നു. പക്ഷെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്ന ഘട്ടത്തിൽ മുമ്പൊക്കെ നമ്മുടെ മതപണ്ഡിതന്മാർ ഇരുത്തിക്കൊണ്ട് ചർച്ച നടത്തി തീരുമാനം പറയേണ്ടിയിരുന്നു എന്ന് വനിതാ ലീഗിന്റെ ആളുകൾ ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ നടത്തുന്ന കാര്യങ്ങളുണ്ട്. വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് ഗമറുന്നീസ അൻവർ അധ്യക്ഷയായിരുന്നു. സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തെ അധികരിച്ച് KM ഷാജി MLA, KN ഖാദർ MLA എന്നിവർ ക്ലാസുകൾ എടുത്തു. ലീഗ് സംസ്ഥാന സെക്രട്ടറിമാരായ MC മൈൻ ഹാജി, TPM സാഹിർ, കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി MA റസാഖ് മാസ്റ്റർ, വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് KP മറിയുമ, അഡ്വക്കേറ്റ് P കുൽസു, സീമ യഹിയ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൂർബീന റഷീദ്, ട്രഷറർ ഖദീജ കൂറ്റൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൊയിലാണ്ടി നെല്ലിയാടിപ്പുഴയിൽ കാണാതായ യുവാക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഇവരെ കാണാതായത്. പേരാമ്പ്ര സ്വദേശികളായ ഹരീഷ്, ശ്രീരാജ് മോഹൻ എന്നിവരാണ് മരിച്ചത്. നെല്ലിയാടിപ്പുഴയിൽ കാണാതായ 2 യുവാക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. പേരാമ്പ്ര വാല്യക്കോട് പറയൻകണ്ടി ദാസന്റെ മകൻ ഹരീഷ്, പറയൻകണ്ടി ചിത്രകം മോഹനന്റെ മകൻ ശ്രീരാജ് മോഹൻ എന്നിവരാണ് മരിച്ചത്. ശ്രീരാജിന്റെ മൃതദേഹം രാവിലെ 7 മണിയോടെയും ഹരീഷിന്റേത് 9 മണിയോടെയുമാണ് കിട്ടിയത്. മരിച്ച ഹരീഷ് സൈനികനാണ്. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് ഇരുവരെയും നെല്ലിയാടിപ്പുഴയിൽ കാണാതായത്. തുടർന്ന് പോലീസും കോഴിക്കോട്, വടകര, പേരാമ്പ്ര എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും പുഴയിൽ രാത്രി ഏറെ വൈകും വരെ തിരച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് ശനിയാഴ്ച അതിരാവിലെ മുതൽ തിരച്ചിൽ പുനരാരംഭിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കിട്ടിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് ഹരീഷും ശ്രീരാജും ബൈക്കിൽ നെല്ലിയാടി പാലത്തിലെത്തിയത്. കൊയിലാണ്ടി പോലീസാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ബൈക്ക് കണ്ടെത്തിയത്. പരിശോധനയിൽ ബൈക്കിൽ വസ്ത്രങ്ങളും മറ്റും അഴിച്ചുവെച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെയാണ് പുഴയിൽ തിരച്ചിൽ നടത്തിയത്. യുവാക്കളെ കാണാതായ വിവരമറിഞ്ഞ് നാടിന്റെ നാനാഭാഗത്തുനിന്നും 100 കണക്കിന് ആളുകൾ എത്തിയിരുന്നു. ശ്യാമളയാണ് മരിച്ച ഹരീഷിന്റെ അമ്മ. ഭാര്യ കൃഷ്ണപ്രിയ, സഹോദരൻ ശ്രീകേഷ്. ശ്രീരാജ് അവിവാഹിതനാണ്. അമ്മ സൌമിനി, സഹോദരി ശ്രീചിത്ര.
ലീഗൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തണമെന്നും നവീകരിക്കണമെന്നും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ ബാർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ജുഡീഷ്യറിക്കും നിയമവ്യവസ്ഥയ്ക്കും മുന്നിലുള്ള സമകാലിക സംഭവങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലീഗൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തണമെന്നും നവീകരിക്കണമെന്നും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ പറഞ്ഞു. ജുഡീഷ്യറിക്കും നിയമവ്യവസ്ഥയ്ക്കും മുന്നിലുള്ള സമകാലിക സംഭവങ്ങൾ എന്ന വിഷയത്തിൽ ഗേറ്റ്വേ ഹോട്ടലിൽ ബാർ അസോസിയേഷൻ ഓഫ് ഇന്ത്യ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Right from freedom struggle to the present day, it has been the leaders of the bar who have shown the path to the society and ബാർ അസോസിയേഷൻ പ്രസിഡന്റ് RKP ശങ്കർദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി, KM ഭട്ട്, മേയർ MR പ്രശാന്ത് കുമാർ എന്നിവർ പങ്കെടുത്തു. Indian prisoners, if any, in Italy is allowed to spend the rest of his time in. It's a mistake to assume that the law as we know it. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച് UDF ചർച്ച ചെയ്ത തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും അന്തിമ തീരുമാനം മുഖ്യമന്ത്രി ഉചിത സമയത്ത് അറിയിക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി KPA മജീദ് പറഞ്ഞു. കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അല്ല, ഇത് സംബന്ധിച്ച് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ UDF ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഏൽപ്പിച്ചതാണെന്നാണ് എന്റെ അറിവ്. മുഖ്യമന്ത്രി എല്ലാവരും കൂടി ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. അത് യുക്തമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അറബിയിൽ നിന്നും വിവാഹത്തിനും വീട് വയ്ക്കാനും ധനസഹായം വാങ്ങിത്തരാമെന്ന് വിശ്വസിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവരുന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം അരീക്കോട് സ്വദേശി നടുവത്തുംചാലിൽ അസൈനാറിനെയാണ് സൌത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ AJ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അറബിയിൽ നിന്ന് വിവാഹത്തിനും വീട് വയ്ക്കാനും ധനസഹായം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് സ്ത്രീകളുടെ സ്വർണ്ണാഭരണം തട്ടിയെടുത്തു മുങ്ങുന്ന പ്രതി മലപ്പുറം അരീക്കോട് സ്വദേശി നടുവത്തുംചാലിൽ അസൈനാറെയാണ് ടൌൺ CI TK അഷ്റഫും സംഘവും അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ PA വത്സന് ലഭിച്ച തട്ടിപ്പിനിരയായ യുവതിയുടെ പരാതി അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. സൌത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ AJ ബാബുവിന്റെ നേതൃത്വത്തിൽ ടൌൺ CIയും സിറ്റി ക്രൈം സ്ക്വാഡ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പോലീസിന്റെ വലയിലായത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഏകദേശം നമ്മളൊരു 30ഓളം സിം കാർഡുകളും ഈ രൂപത്തിൽ പല സ്ത്രീകളുടെ ID പ്രൂഫ് ഉപയോഗിച്ച് 30ഓളം സിം കാർഡുകളും 20ഓളം ഫോണുകളും ഇയാൾ ഉപയോഗിച്ചായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നുള്ള ബാക്കി വിവരങ്ങൾ കൂടെ നമ്മൾക്ക് ശേഖരിച്ചു കഴിഞ്ഞാൽ മാത്രമേ എത്രത്തോളം ആൾക്കാർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. 1995 കസബ സ്റ്റേഷനിലാണ് പ്രതി ആദ്യമായി പിടിയിലാവുന്നത്. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ പ്രതിക്കുണ്ട്. 3.5 വർഷം കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്ന പ്രതി 4 മാസം മുമ്പാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത്. 6 കല്യാണം കഴിച്ച പ്രതി 2 മാസം മുമ്പ് കണ്ണൂരിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് വീണ്ടും തട്ടിപ്പിന്റെ പുതിയ രീതികൾ തുടങ്ങുകയായിരുന്നു. ട്രെയിനുകളിലും പള്ളികളിലും വെച്ചാണ് പ്രതി സ്ത്രീകളെ പരിചയപ്പെടുന്നത്. എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ പല പേരുകളും പറഞ്ഞ് അഡ്വക്കേറ്റായും ഗൾഫുകാരനായും പ്രതി സ്വയം പരിചയപ്പെടുത്തും. പ്രതി തട്ടിപ്പ് നടത്തി വിറ്റ സ്വർണ്ണാഭരണങ്ങളിൽ കുറച്ചു ഭാഗം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം ഊർജിതമാക്കാനാണ് പോലീസിന്റെ നീക്കം. ടൌൺ അഡീഷണൽ SI ശിവദാസൻ, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ CPOമാരായ O മോഹൻദാസ്, TP വിജു, CPOമാരായ KR രാജേഷ്, അനീഷ് മൂസൻവിട, KP ഷാജുൽ, സൈബർ സെല്ലിലെ O രഞ്ജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കേരളത്തിലെ ഗവൺമെന്റിനെ ഉപയോഗിച്ച് മുസ്ലിം ലീഗ് എടുക്കുന്ന നടപടികൾ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുകയാണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ആരോപിച്ചു. KSTU നേതൃത്വത്തിൽ കോഴിക്കോട് DDO ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഗവൺമെന്റിനെ ഉപയോഗിച്ച് മുസ്ലിം ലീഗ് എടുക്കുന്ന നടപടികൾ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുകയാണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ആരോപിച്ചു. അധികാരത്തെ ഉപയോഗിച്ച് തൊഴിലാളികൾക്കെതിരായി കടുത്ത നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. KSTA നേതാക്കളും പ്രധാനാധ്യാപകരുമായ VP ഇന്ദിര, VJ എബ്രഹാം എന്നിവരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപകരും സർക്കാർ ജീവനക്കാരും കോഴിക്കോട് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഗവൺമെന്റിനെ ഉപയോഗിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന നിലപാടുകൾ, നടപടികൾ വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കുകയാണ്. കോഴിക്കോട് DDO ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണയ്ക്ക് E പ്രേംകുമാർ,
ടി.പി. സുധാകരൻ, സതീശൻ മാസ്റ്റർ, എൻ.പി. മുസ്തഫ, എം. മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി. വാർത്തയിൽ ഒരിടവേള. എന്നാലേ ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ. കല്യാൺ സിൽക്സ് ഓണോത്സവം 2015. ദിവസേന നേടൂ സ്കൂട്ടർ, ടി.വി, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ. ബമ്പർ സമ്മാനം 101 പവൻ സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടി. കല്യാൺ സിൽക്സ്. 199 രൂപയുടെ മഹാത്ഭുതം. പല വൻപട്ടണങ്ങളെയും ഇളക്കിമറിച്ച ശേഷം വില കുറവാണ് വിപ്ലവമെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോഴിതാ കോഴിക്കോടും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, പ്ലാസ്റ്റിക്, സ്റ്റീൽ, അലുമിനിയം ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. ചുരിദാർ ടോപ്പ്, സാരി, കോട്ടൺ നൈറ്റി, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, ജീൻസ്, ലോങ് ഫിറ്റ് ഷർട്ട്സ്, കോട്ടൺ ധോത്തി, ലേഡീസ് ബാഗ്, കർട്ടൻസ്, 1000-ൽ പരം ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ആസ്മ ടവറിന് എതിർവശം, കല്യാൺ ജുവലറിക്ക് സമീപം, മാവൂർ റോഡ്, കോഴിക്കോട്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. സർക്കാർ സ്കൂളുകളിലാണ് മികച്ച അധ്യാപകർ ഉള്ളതെങ്കിലും അടിസ്ഥാന സൌകര്യമില്ലായ്മ മൂലം വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളിൽ അയക്കാൻ രക്ഷിതാക്കൾ മടിക്കുകയാണെന്ന് എ. പ്രദീപ് കുമാർ MLA. ഇതിൽ മാറ്റം വരുത്തേണ്ടതിന്റെ അനിവാര്യത കൊണ്ടാണ് പ്രിസം പദ്ധതിക്ക് തുടക്കമിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹൈസ്കൂൾ വിഭാഗം പ്രിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അധ്യാപകർക്കു വേണ്ടി ലക്ഷ്യ എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശില്പശാല എ. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്കൂളുകളിലാണ് മികച്ച അധ്യാപകർ ഉള്ളതെങ്കിലും അടിസ്ഥാന സൌകര്യമില്ലായ്മ മൂലം വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളുകളിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾ മടിക്കുകയാണെന്ന് എ. പ്രദീപ് കുമാർ MLA പറഞ്ഞു. ഇതിൽ മാറ്റം വരുത്തേണ്ടതിന്റെ അനിവാര്യത കൊണ്ടാണ് പ്രിസം പദ്ധതിക്ക് തുടക്കമിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റുകളൊക്കെ ചില സമീപന വ്യത്യാസം ഉണ്ടാവുമെങ്കിലും ആകെ മാറ്റമുള്ള ആഗ്രഹ സൗകര്യം കൊണ്ടുവരാനും പറ്റില്ല. അങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഇവർ ഗവൺമെന്റ് സ്കൂളുകളുണ്ടാകുന്നത്. ഗവൺമെന്റ് സ്കൂളുകളുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും മികച്ച അധ്യാപകർ വരുന്നത് സർക്കാർ സ്കൂളിലാണ്. ഏറ്റവും മികച്ച അധ്യാപകർ. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. മോഹനൻ അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് DD ഡോക്ടർ ഗിരീഷ് ചോലയിൽ, ഷബാന ആൻഡ് ഫൈസൽ ഫൌണ്ടേഷൻ CEO ജോസഫ് സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് PS ശെൽവരാജ്, ഹെഡ് മിസ്ട്രസ് VH ശൈലജ, EK സിദ്ദിഖ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. KSEB ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഓഗസ്റ്റ് അവസാന വാരം അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് KSEB മസ്ദൂർ റാങ്ക് ഹോൾഡേഴ്സ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിൽ അവസാനമായി നിയമനം നടന്നിട്ട് 1.5 വർഷത്തിൽ അധികമാവുന്നു. ഇത്രയും വലിയ ഒരു നിയമന നിരോധനം KSEBയുടെ ചരിത്രത്തിൽ ഇല്ലാത്തതാണെന്നും ഇവർ കുറ്റപ്പെടുത്തി. KSEB ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഓഗസ്റ്റ് അവസാന വാരം അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് KSEB മസ്ദൂർ റാങ്ക് ഹോൾഡേഴ്സ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അറിയിച്ചു. ജില്ലയിൽ അവസാനമായി നിയമനം നടന്നിട്ട് 1.5 വർഷത്തിൽ അധികമാവുന്നു. ഇത്രയും വലിയൊരു നിയമന നിരോധനം KSEBയുടെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. കോഴിക്കോട് ജില്ലയിൽ നിലവിൽ 5.5 വർഷവും മസ്ദൂർമാരായി ജോലി ചെയ്ത 200ഓളം പേർക്ക് ലൈൻമാൻ പ്രൊമോഷൻ കാത്തു കഴിയുകയാണ്. ഇവർക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചാലേ മസ്ദൂർ ഒഴിവുകൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. ആയതിനാൽ പൂഴ്ത്തിവച്ച ഒഴിവുകൾ ഉടൻ റിപ്പോർട്ട് ചെയ്തും നിലവിലുള്ള വർക്കർമാർക്ക് പ്രൊമോഷൻ നൽകിയും KSEB മസ്ദൂർ നിയമനങ്ങൾ ഉടൻ നടത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സമരങ്ങളും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയും വകുപ്പ് ധനമന്ത്രിയും തന്നെ കോഴിക്കോട് MP രാഘവട്ടനെയും എല്ലാവരെയും ഞങ്ങൾ കണ്ടിട്ട് ഒരു നിഷേധ നിലപാട് തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ അതേപോലെ തന്നെ കേരളത്തിലെ മസ്ദൂർ വിദ്യാർത്ഥികളോട് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീജിയണൽ സയൻസ് സെന്ററിന്റെയും കാലിക്കറ്റ് പ്ലാനറ്റോറിയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണം സംഘടിപ്പിച്ചു. ഡോക്ടർ കലാമിന്റെ ജീവചരിത്രം വ്യക്തമാക്കുന്ന ചിത്രങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു.
റീജിയണൽ സയൻസ് സെന്ററിന്റെയും കാലിക്കറ്റ് പ്ലാനറ്റേറിയത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണം സംഘടിപ്പിച്ചു. മൌനാചരണത്തോടെ ആരംഭിച്ച ചടങ്ങിൽ VS രാമചന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി. ബാംഗ്ലൂർ ISRO റിട്ടയർഡ് സയന്റിസ്റ്റ് EK കുട്ടി, ട്രിവാൻഡ്രം VSSC റിട്ടയർഡ് സയന്റിസ്റ്റ് C രാമചന്ദ്രൻ എന്നിവർ ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടൊപ്പം ഉണ്ടായിരുന്ന ഓർമ്മകൾ പങ്കുവച്ചു. ഉദ്യോഗസ്ഥനായിരിക്കുന്ന സമയത്താണെങ്കിലും ചിലപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡിലൊക്കെ നിൽക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ വണ്ടി നിർത്തി നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു വേറെ. ഡോക്ടർ കലാമിന്റെ ജീവചരിത്രം വ്യക്തമാക്കുന്ന ചിത്രങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. പുലപ്രക്കുന്ന് സാംഭവ കോളനി നിവാസികളുടെ ദുരിതകഥ മാധ്യമങ്ങളിലൂടെ പുറത്തെത്തിയപ്പോൾ പരിഹാരവുമായി അധികാരികൾ എത്തുന്നു. കുടിവെള്ളമടക്കമുള്ള ഇവരുടെ ആവശ്യങ്ങൾക്കായി അധികൃതരുടെ മുന്നിൽ കൈനീട്ടുന്ന ഇവരെ പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കാറാണ്. റെഡ് സ്റ്റാർ പ്രവർത്തകർ ഇടപെട്ടാണ് അധികൃതർ ഇവിടെ എത്തിയത്. മേപ്പയ്യൂർ പുലപ്രക്കുന്ന് സാംഭവ കോളനിയിലെ ശോച്യാവസ്ഥയെക്കുറിച്ചുള്ള പരാതിയിൽ അധികൃതർ ഇടപെടുന്നു. പ്രാഥമിക സൌകര്യങ്ങളില്ലാത്ത കോളനിയുടെ ദയനീയ സ്ഥിതി കാണിച്ച് റെഡ് സ്റ്റാർ പ്രവർത്തകർ അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു. ഇതേ തുടർന്ന് അഡീഷണൽ പട്ടികജാതി ജില്ലാ ഓഫീസർ സജിത്തും സംഘവും കോളനി സന്ദർശിച്ചു. മേപ്പയ്യൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K കുഞ്ഞിരാമനും സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. 1974 10 സാംഭവ കുടുംബങ്ങൾക്കായി പതിച്ചുകൊടുത്ത 74 സെന്റ് സ്ഥലത്താണ് പുലപ്രക്കുന്ന് കോളനിയുള്ളത്. ചോർന്നൊലിക്കുന്ന വീടുകളും ഏതു നിമിഷവും നിലംപൊത്താവുന്ന ഷെഡുകളിലുമാണ് ഇവിടെ പലരും താമസിക്കുന്നത്. കോളനിയിലെ പലർക്കും റേഷൻ കാർഡ് പോലുമില്ലാത്ത സ്ഥിതിയാണുള്ളത്. ഇവിടെ ഒരു വീട്ടിൽ മാത്രമാണ് വൈദ്യുതിയുള്ളത്. ഇവിടെയുള്ള വഴിവിളക്കുകളാകട്ടെ കത്തുന്നുമില്ല. കുളിക്കാൻ വെള്ളമില്ലാത്തതിനാൽ ഇവിടെയുള്ളവർ അകലെയുള്ള കൈതേരിച്ചാൽ പാറക്കുളത്തിൽ പോയാണ് വസ്ത്രങ്ങൾ അലക്കുന്നതും കുളിക്കുന്നതും. കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഞങ്ങളോട് ദേഷ്യപ്പെട്ട എപ്പോഴും പറയാം. ഇവിടെ ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഞങ്ങൾ കേട്ടിട്ടില്ലേ, ചാവി ഇതാ നിങ്ങൾ വെള്ളം അടിച്ചോളി, ഇങ്ങനെ കണ്ട ഓരോരോ കാര്യങ്ങളാണ് നമ്മളോട് പറയാ. എപ്പോഴും വെള്ളത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു വഴിന്റെ കാര്യം പറയുമ്പോൾ ഒക്കെ നമ്മൾ ഭയങ്കര ഒരു വെറുത്ത് കാണിക്കണം. എപ്പോ ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ഓർക്ക് പിടിക്കൂല. പട്ടികജാതി വകുപ്പ് മന്ത്രി മേപ്പയ്യൂരിലെ പുലപ്രക്കുന്ന് സാംഭവ കോളനി സന്ദർശിക്കണമെന്നും കോളനിയിൽ പ്രാഥമിക സൌകര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നും മേപ്പയ്യൂർ റെഡ് സ്റ്റാർ യോഗം ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 6-ന് 3 സാംസ്കാരിക പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, ദളിത് ആക്ടിവിസ്റ്റുകൾ, കലാകാരന്മാർ എന്നിവരെ അണിനിരത്തി പുലപ്രക്കുന്നിലേക്ക് സ്വത്വം തേടി യാത്ര സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. PK സത്യൻ അധ്യക്ഷം വഹിച്ചു. PK പ്രിയേഷ് കുമാർ, PM നിഷാന്ത്, K സുരാജൻ, K പ്രമോദ്, A സുഭാഷ് കുമാർ, ശ്രീജേഷ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. സിവിൽ സ്റ്റേഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള വ്യക്തിഗത പരിശീലന കേന്ദ്രമായി സ്മൈലിന്റെ കുടുംബസംഗമവും ഇത്തരം കുട്ടികളുടെ വികസനം ലക്ഷ്യമിട്ടുള്ള കിൻഡർ ഗാർഡന്റെ ഉദ്ഘാടനവും നടന്നു. യൂണിസെഫ് ചൈൽഡ് അച്ചീവ് അവാർഡ് ജേതാവ് ആര്യരാജ് ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ വ്യക്തിഗത പരിശീലനത്തിലൂടെ സാമൂഹിക ജീവിതത്തിന് പ്രാപ്തരാക്കുവാൻ സഹായിക്കുന്ന സ്മൈൽ ഗൈഡൻസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്മൈൽ കുടുംബസംഗമവും 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെ പ്രായമുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ സമഗ്ര വികസനം മുൻനിർത്തി ആരംഭിക്കുന്ന കിൻഡർ ഗാർഡന്റെ ഉദ്ഘാടനവും സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്നു. കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് അധ്യക്ഷം വഹിച്ച പരിപാടി അസിസ്റ്റന്റ് കമ്മീഷണർ KP അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികമായിട്ട് പോട്ടെ, സാമ്പത്തികമായിട്ട് നമുക്ക് വിടാം. സാമ്പത്തികം എന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഈ മാനസിക സംഘർഷം ആര് ഇതിന് പരിഹാരം തരും? യൂണിസെഫിന്റെ ചൈൽഡ് അവാർഡ് വിന്നറായ ആര്യരാജ് കിൻഡർ ഗാർഡന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിന് പാഠമുട്ട പതിപ്പിച്ച കൈമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നത്. CK ട്രെയിനർ നവാസ് മൂന്നാം കൈ, VK അബ്ദുറഹിമാൻ, പിന്നണി ഗായകൻ സുനിൽകുമാർ, റഹ്മാനി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ബഷീർ, PK പ്രമീള, PK ചാക്കോ, AK സൈനബ എന്നിവർ സംബന്ധിച്ചു. കുട്ടികളുടെ വിവിധ പഠന പ്രശ്നങ്ങൾക്കുള്ള പ്രത്യേക പരിശീലനവും സംസാര പ്രശ്നങ്ങൾക്കുള്ള പരിശീലനവും പെരുമാറ്റ പ്രശ്നങ്ങൾക്കുള്ള പ്രത്യേക പരിശീലനവുമാണ് സ്മൈലിൽ നൽകുന്നത്. കേൾവി പരിമിതി നേരിടുന്നവർക്കുള്ള ആശയവിനിമയ പരിശീലനവും ബുദ്ധിപരമായ പരിമിതികൾ നേരിടുന്നവർക്കുള്ള പ്രത്യേക പരിശീലനവും ഇവിടെ നൽകുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും ഗ്രൂപ്പ് ട്രെയിനിങ്ങും പ്രത്യേകമായി സംഘടിപ്പിക്കുന്നു. വാർത്തകൾ ഒരിടവേള കൂടി. അതെ, നിങ്ങൾ
പോയിന്റ് അവിടെയാ. കല്യാൺ സിൽക്സിൽ. കല്യാൺ സിൽക്സ് ഓണോത്സവം 2015. ദിവസേന നേടൂ സ്കൂട്ടർ, TV, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വോച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ. ബമ്പർ സമ്മാനം 101 പവൻ സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടി. കല്യാൺ സിൽക്സ്. 199 രൂപയുടെ മഹാത്ഭുതം. പല വൻപട്ടണങ്ങളെയും ഇളക്കിമറിച്ച ശേഷം വിലക്കുറവാണ് വിപ്ലവമെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോഴിതാ കോഴിക്കോടും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, പ്ലാസ്റ്റിക്, സ്റ്റീൽ, അലുമിനിയം ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. ചുരിദാർ ടോപ്പ്, സാരി, കോട്ടൺ നൈറ്റി, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, ജീൻസ്, ലോങ് ഫിറ്റ് ഷർട്ട്സ്, കോട്ടൺ ധോത്തി, ലേഡീസ് ബാഗ്, കർട്ടൻസ്, 1000-ൽ പരം ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ആസ്മ ടവറിന് എതിർവശം, കല്യാൺ ജുവലറിക്ക് സമീപം, മാവൂർ റോഡ്, കോഴിക്കോട്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത കൌൺസിലറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ബിജെപി നേതൃത്വത്തിൽ ചിരാത് കത്തിച്ച് പ്രതിഷേധിച്ചു. കൽക്കുന്നത്ത് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് കിഴക്കുംപാടത്ത് അവസാനിക്കുന്ന റോഡാണ് ആകെ തകർന്നു കിടക്കുന്നത്. പാതയോരത്തെ വീട്ടുകാരാണ് വേറിട്ട പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. കൽക്കുന്നത്ത് റോഡിനെയും കിഴക്കമ്പാടം റോഡിനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ ചിരാത് കത്തിച്ച് പ്രതിഷേധിച്ചത്. കൽക്കുന്നത്ത് റോഡ് തുടങ്ങി കിഴക്കമ്പാടം വരെയുള്ള ലിങ്ക് റോഡിന്റെ ഇരുവശത്തുമുള്ള മുഴുവൻ വീടുകളിലെയും അമ്മമാരും കുട്ടികളും അവരവരുടെ വീടിന്റെ വഴിയിൽ ചിരാത് കത്തിച്ചാണ് സമരത്തിൽ പങ്കാളികളായത്. ഏത് 4 ഫൂട്ട് റോഡ് പോലും നല്ല രീതിയിൽ ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുന്ന രീതിയിലേക്ക് ഒരു നൂതനമായിട്ടുള്ള നല്ല സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള റോഡ് സംവിധാനം നമുക്ക് ഒരുക്കി തരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം നമ്മൾ കണ്ടു. ഈ ഒരു 4 വർഷം ഭരിച്ച സമയത്ത് ഇതെല്ലാം പൊള്ളയായിട്ടുള്ള പാഴ്വാക്കുകളാണ് നമ്മൾ കണ്ടെത്തി. പക്ഷെ നമ്മൾ കൊടുത്ത വിലയോ? ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി ആദ്യത്തെ ചിരാത് കത്തിച്ച് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എസ് മിജിത്ത്, ഏരിയ ജനറൽ സെക്രട്ടറി രഗീഷ് തറയിൽ, സതീശൻ തോണിച്ചിറ, സതീഷ് കുമാർ VP, ടി കെ ശ്രീനിവാസൻ, എ അനൂപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രതിഷേധ പ്രകടനവും നടന്നു. ജീവിതശൈലീ രോഗങ്ങൾ, മഴക്കാല രോഗ മുൻകരുതലുകൾ എന്ന വിഷയത്തിൽ കൊയിലാണ്ടി ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സച്ചിൻ ബാബു ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ മാതൃസംഗമവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സച്ചിൻ ബാബു ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇരിക്കുന്ന പലരും അറിയാം, ആശുപത്രിയിൽ വന്നാൽ ഇങ്ങനെ കൈ നീട്ടിട്ട് വരിക. എന്താ പ്രശ്നം? പ്രഷർ നോക്കണം. എന്തിനാ പ്രഷർ നോക്കുന്നത്? അതൊന്നും അറിയില്ല. തലകറക്കുണ്ടായിരുന്നു. തല കറക്കലല്ലോ, തല ചുറ്റുക അല്ലേ? തല ചുറ്റിയിട്ടാണ് പ്രഷർ നോക്കുന്നത്. തല ചുറ്റൽ എന്തിന്റെ കാരണം? പ്രഷർ കുറഞ്ഞിട്ടാണോ, കൂടിയിട്ടാണോ, അല്ലെ അതുകൊണ്ട് മാത്രമാണോ? അങ്ങനെയൊന്നുമില്ല. എന്തിനും ഏതിനുള്ള ഒരു പ്രതിവിധിയാണ് പ്രഷർ നോക്കല്. നോക്കിയാൽ മതി, വേറൊന്നും വേണ്ട. അങ്ങനെയല്ല. അപ്പോ അതിനെക്കുറിച്ച് പറയാം. രക്താതി സമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ, പിന്നെ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ, മഴക്കാല രോഗങ്ങൾ, മുൻകരുതലുകൾ, പ്രതിരോധ നടപടികൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി സുരേഷ് ബാബു ക്ലാസ് എടുത്തു. VK അജിത, VV റീന, PK ലളിതകുമാരി, KT രമേശൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നവസാമൂഹ്യ മാധ്യമങ്ങളിൽ ഭക്ഷണത്തിന്റെ രുചിക്കൂട്ടുകൾ കൈമാറിയിരുന്ന സൌഹൃദ കൂട്ടായ്മ സമൂഹത്തിന്റെ വേദനയിൽ മാതൃകയായി. രസോയി എന്ന പേരിൽ വാട്സ്ആപ്പിലും ഫേസ്ബുക്കിലും സജീവമായ കൂട്ടായ്മ സാമൂഹ്യനീതി വകുപ്പിന്റെ WeCare പദ്ധതിയുമായി സഹകരിച്ച് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പ്രത്യക്ഷ പരിപാടിയിലേക്ക് 50,000 രൂപ സംഭാവന നൽകിയാണ് മാതൃകയായത്. നവസാമൂഹിക മാധ്യമങ്ങളിൽ ഭക്ഷണത്തിന്റെ രുചിക്കൂട്ടുകൾ കൈമാറിയിരുന്ന സൌഹൃദ കൂട്ടായ്മ സമൂഹത്തിന്റെ വേദനയിൽ പങ്കുചേർന്ന് മാതൃകയായി. രസോയി എന്ന പേരിൽ വാട്സ്ആപ്പിലും ഫേസ്ബുക്കിലും സജീവമായ കൂട്ടായ്മയാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ WeCare പദ്ധതിയുമായി സഹകരിച്ച് സാമൂഹിക സുരക്ഷാ മിഷന്റെ പ്രത്യക്ഷ പദ്ധതിയിലേക്ക് 50,000 രൂപ സംഭാവന നൽകി മാതൃകയായത്. കോഴിക്കോട് അസ്മ ടവറിൽ നടന്ന കൂട്ടായ്മയുടെ വാർഷിക സംഗമത്തിലാണ്
കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന OV റിഫ മുഹമ്മദ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ റീജിയണൽ ഡയറക്ടർ TK മുഹമ്മദ് യൂനിസിന് ചെക്ക് കൈമാറിയത്. പാചകക്കുറിപ്പുകൾക്ക് പുറമെ കുടുംബ ആരോഗ്യ മാനസിക സൌന്ദര്യ വിഷയങ്ങൾക്കും ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പ് സാമൂഹിക പ്രവർത്തനത്തിനു കൂടി ഇടം നൽകുന്നതിനുള്ള തുടക്കം കുറിക്കുകയായിരുന്നു സംഗമം. നസിയ ബഷീർ, ദിവ്യ ഷാനു, ദിൽന റഷീദ്, ഷബാന മുജീബ്, ഷബ്ന സാഹിർ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി. സാമ്പത്തിക പരാധീനത മൂലം വിവാഹപ്രായം കഴിഞ്ഞ പെൺകുട്ടികളെ സഹായിക്കാനായി VKR പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പരിപാടിയാണ് പ്രത്യാശ പദ്ധതി. അവിശ്വസനീയമായ വിലക്കുറവോടെ കോഴിക്കോട്ട് ആരംഭിച്ച കൈത്തറി കരകൌശല വിപണന മേള ശ്രദ്ധേയമാകുന്നു. 199 രൂപയുടെ 1000-ൽ പരം ഉൽപ്പന്നങ്ങളാണ് മേളയിലുള്ളത്. 199 രൂപയുടെ മഹാത്ഭുതം കോഴിക്കോട്ട്. 1000-ൽ പരം ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിലാണ് മാവൂർ റോഡിലെ അസ്മ ടവറിന് എതിർവശത്ത് ഒരുക്കിയിരിക്കുന്നത്. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, പ്ലാസ്റ്റിക്, സ്റ്റീൽ, അലുമിനിയം ഗൃഹോപകരണങ്ങൾ, സാരികൾ, ബെഡ്ഷീറ്റുകൾ, കർട്ടൻ, ചൌട്ടികൾ, ഷർട്ട്, മുടി വളരാനുള്ള എണ്ണ, മാമ്പഴമേള തുടങ്ങി തേൻ മഹോത്സവവും കൈത്തറി കരകൌശല വിപണന മേളയുമാണ് ജനങ്ങളെ ആകർഷിക്കുന്നത്. ചെരുപ്പ് ഐറ്റം, ബാഗുകൾ, ടീഷർട്ട്, ചുരിദാർ മറ്റുകൾ, പിന്നെ ചവിട്ടി, മാമ്പഴമേള, കിച്ചൺ റോൾസ് ഐറ്റം, ടോപ്പുകൾ 199 രൂപ ഏതെടുത്താലും പല ഐറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുതിയ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ഈ മുടി വളരാനുള്ള എണ്ണമൊക്കെ ഉണ്ട്. മൈസൂർ ആദിവാസിന്റെ. രുചികരമായ വിവിധ അച്ചാർ വിഭവങ്ങളുടെയും മാമ്പഴങ്ങളുടെയും തേനിന്റെയും ഒരു ശ്രേണി തന്നെ മേളയിലുണ്ട്. കണ്ടതും കാണാത്തതുമായ മാമ്പഴക്കൂട്ടങ്ങൾ നാടൻ മുതൽ വിദേശി വരെ രൂപത്തിലും ഭാവത്തിലും വൈവിധ്യങ്ങളേറെയാണ്. മലബാർ മാവ് കർഷക സമിതിയുടെയും എക്സ്പോഷണൽ കൌൺസിൽ ഫോർ റിസോഴ്സസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മാമ്പഴമേള സംഘടിപ്പിക്കുന്നത്. 199 രൂപയുടെ മേള അടുത്ത മാസം അവസാനം വരെ തുടരും. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. നടുവട്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയായ ആർട്ടിസ്റ്റ് കളക്ടീവ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് മാപ്പിളപ്പാട്ട് ഗാനസന്ധ്യയും ഡോക്യുമെന്ററി പ്രദർശനവും സെമിനാറും നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് 4-ന് ടൌൺഹാളിൽ നടക്കുന്ന സംഗീത സന്ധ്യയ്ക്ക് മാപ്പിളപ്പാട്ട് ഗായകൻ ദർബ മൊയ്തീൻ കോയ നേതൃത്വം നൽകും. ദർബയുടെ കലയെയും ജീവിതത്തെയും ആസ്പദമാക്കി പ്രദീപ് ചെറിയാൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി ഖയാൽ കെസ് കിസ്സയുടെ DVD നടൻ മാമുക്കോയ പ്രകാശനം ചെയ്യും. കോഴിക്കോട് അമൃത വിദ്യാലയത്തിലെ കലോത്സവത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ അരങ്ങേറി. പ്രിൻസിപ്പൽ കലാജിയുടെ നേതൃത്വത്തിൽ നടന്ന കലോത്സവം പ്രശസ്ത എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ P. വത്സല ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശിരോവസ്ത്ര വിവാദത്തിൽ കോടതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. ലീഗൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തണമെന്നും നവീകരിക്കണമെന്നും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ. കൊയിലാണ്ടി നെല്ലിയാടിപ്പുഴയിൽ കാണാതായ 2 യുവാക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്.